അപർണ പുറത്ത് വരുമ്പോൾ അമല് ചോദിക്കും, ആരോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് നീ അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന്. ഇത് കേട്ട് അപർണ പറയും, പുറത്തുള്ളവരുടെ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നും എനിക്കില്ല. സമ്മതം തരേണ്ടവരോട് അത് വാങ്ങി തന്നെ ഞാൻ അകത്ത് കയറിയത്. പിന്നെ അവിടെ ഒരു പേഷ്യൻറ്റിന് മാത്രം ഉള്ളതല്ലല്ലോ, ജനയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതല്ലല്ലോ ഈ ICU. ഇതൊക്കെ കേട്ട് നിരഞ്ജന പറയും, കുറച്ച് മനുഷ്യത്വമൊക്കെ കാണിക്കുമെന്ന് പറയും. അപർണ ചോദിക്കും, ഞാനെന്ത് മനുഷ്യത്വ കാണിക്കണ്ടേ? നീ അടക്കമുള്ളവരൊക്കെ ഇത് ഞാനാ ചെയ്തതെന്നല്ലേ പറയുന്നത്? കൊന്നു കളയാൻ ശ്രമിച്ചവൾക്ക് മനുഷ്യത്വം തമാശയല്ലാതെ പിന്നെ എന്താ? നിങ്ങളുടെ വിശ്വാസം തിരുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല. സത്യം എന്താന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ജാനകിയെ കൊല്ലാൻ ഞാനും എൻ്റെ അച്ഛനും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചിന്ത ഞങ്ങളുടെ മനസ്സ് പോലും ഉണ്ടായിട്ടില്ല. കെട്ടിച്ചമച്ച കേസുകളൊന്നും കോടതിയിലൊന്നും നിലനിൽക്കില്ല എന്നൊക്കെ അപർണ പറയും. ഇത് കേട്ടിട്ട് നിരഞ്ജന പറയും, തെളിവുകൾ പുറത്തു വരുമ്പോൾ നിനക്കതൊക്കെ മനസ്സിലാവുമെന്ന് പറയും. അമലും പറയും, കെട്ടിച്ചമച്ച കഥയാണത്രേ, നിൻ്റെ അച്ഛനാരാന്ന് നിനക്കറിയില്ല. അപർണ പറയും, അളകാപുരിയിലെ രംഗം തന്നെ ഞാനും. അവിടുത്തെ ഒരാൾക്കൊരു അപകടം ഉണ്ടായാൽ ഞാൻ വന്ന് കാണും, ആർക്കെന്താ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ എന്ന് പറയും. അപർണ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അപർണ അവിടെ ഇരിക്കുകയാണ്. തിരുമേനി അബിയോട് രാധാമണിയുടെ അവസ്ഥകളെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അബി പറയും, അവർക്ക് എല്ലാം അറിയാം, തിരുമേനി അവരോട് ജാനകിയുടെ അവസ്ഥയെപ്പറ്റി പറയണ്ടായിരുന്നു എന്ന്. തിരുമേനി പറയും, അവരെ പിടിച്ചാൽ പറ്റാത്ത അവസ്ഥയിലായി, അതുകൊണ്ടാണ് പറയേണ്ടി വന്നതെന്ന്. രാധാമണിയെ ഇനി കൊണ്ടുപോകാലോ എന്ന് പറയുമ്പോൾ അബി പറയും, ഇപ്പോൾ അവരെ കൊണ്ടു നിർത്താൻ പറ്റിയൊരു സ്ഥലമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവിടെ അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അബി പറയും, കുറച്ചു കാലം കൂടി അവരെ ഇവിടെ നിർത്തണം, അതിനുവേണ്ടി എത്ര ആൾക്കാരെ വേണമെങ്കിൽ നിർത്താനൊക്കെ തയ്യാറാണെന്ന് പറയും. അബി എന്നിട്ട് രാധാമണിയെ കാണാൻ പോവുകയാണ്. രാധാമണി കരഞ്ഞുകൊണ്ട് ചോദിക്കും, മോള് എന്ന് ചോദിക്കും. അവിടെയുള്ള സ്ത്രീ ചോദിക്കും, ജാനകിക്ക് എങ്ങനെയുണ്ടെന്ന്. അബി പറയും, കുറച്ച് ദിവസം കൂടി ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. എന്നിട്ട് രാധാമണിയോട് പറയും, ജാനകി വരും അമ്മേ, ജാനകി ഒരു ആപത്ത് സംഭവിക്കില്ല, ജാനകി അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ജാനകിയെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ ഞാൻ അമ്മയെ കൊണ്ടുപോയിട്ട് ജാനകിയെ കാണിക്കാമെന്നൊക്കെ അബി രാധാമണിയോട് പറയും. നകുലനും ചേച്ചി കൂടി ജാനകിയെ കാണാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് നകുലനെ പിടിച്ചിരുത്തി ചേച്ചി കുറേ ഉപദേശിക്കും. നിനക്ക് ഭയങ്കര ധൃതിയാണ്, അവിടെ അബിയും അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും, ജാനകി കാണുമ്പോൾ നിനക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയണമെന്നൊക്കെ പറയും. നകുലനും ചേച്ചിയും കൂടി അങ്ങോട്ട് കയറി ചെല്ലാണ്. അപ്പോൾ അമല് ചോദിക്കും, ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നകുലൻ പറയും, ഞാൻ അബിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറയും. ജാനകി എങ്ങനെ അപകടം പറ്റിയെന്നുള്ള ചോദ്യത്തിന് അമല് പറയും, ഒരു കൊലപാതക ശ്രമമാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നകുലൻ ആകെ കൂടെ ടെൻഷനാവും. നകുലൻ പറയും, സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ നമുക്ക് ഉള്ളിൽ കയറി കാണാമെന്ന് പറയും. എന്നിട്ട് അവർ ഡോക്ടറെ പെർമിഷൻ എടുത്തിട്ട് ഉള്ളിൽ കയറാണ്. ഇത് കണ്ടിട്ട് അപർണ അറിയുമോ, ഞാൻ കയറിയപ്പോഴായിരുന്നു പ്രശ്നം, ഇപ്പോൾ ഊരും പേരും അറിയാത്തവരൊക്കെ വന്ന് കയറി കാണുകയാണെന്ന് പറയും. അപർണ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അമല് അപർണയോട് ചൂടാവും. ജാനകിയുടെ ഈ അവസ്ഥ നകുലന് സഹിക്കാവുന്നതിലധികമായിരുന്നു. നകുലൻ ചോദിക്കും, എന്തിനാ ജാനകി നീ എൻ്റെ അടുത്ത് ഓടിപ്പോയത്? ഇന്ദ്രജ പറയും, നകുല ഇത് ICU ആണ്, നീ ഒന്ന് കൺട്രോൾ ചെയ്യുമെന്ന് പറയും. നേഴ്സ് വന്നിട്ട് പറയും, നിങ്ങളിവിടെ കിടന്ന് ബഹളം വയ്ക്കരുത്, ഒന്ന് പുറത്തു പോയെന്ന് പറയും. ഇത് കേട്ടിട്ട് നകുലാൻ നേഴ്സിനോട് ചൂടാവുകയാണ്. ഇന്ദ്രജ അപർണയായിട്ട് സംസാരിക്കുമ്പോൾ നകുലാൻ കരയുന്നതായിട്ട് അപർണ കാണും. അപർണ ചോദിക്കും, നകുലാൻ കരയുന്നുണ്ടല്ലോ, ജാനകിയായിട്ട് അടുപ്പമുള്ള ആളാണല്ലേ, ഒരുമിച്ച് പഠിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയും, അല്ല എന്ന് പറയും. നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്നുള്ള അപർണയുടെ ചോദ്യത്തിന് ബാംഗ്ലൂരിൽ നിന്നാണെന്ന് ഇന്ദ്രജ മറുപടി പറയും.